എനിക്ക് പിന്നെ സമയം കളയണ്ട. എല്ലാവരും അപ്പുറത്തോട്ട് ചെന്ന് ചോദിച്ചോളൂ. ഒരു കെട്ടിടം തകർന്നു ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. പരിശോധിക്കാമെന്നുള്ളതിനപ്പുറം അല്ല അതിന് എനിക്കെങ്ങനെ അറിയാം? നിനക്ക് അറിഞ്ഞൂടെ? കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു, അതിൽ രോഗികൾ കയറി ഇറങ്ങി ശൗചാലയ ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയിൽ അത് സമ്മതിക്കേണ്ടതല്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നോക്കൂ, 2013 ഒരു കത്താണ്. ഓ, കുട്ടിയായിരുന്ന ഇന്ദിരാജി ജയിലിൽ കിടന്ന ചാച്ചാജിക്ക് എഴുതിയ കത്ത് അല്ലേ? കോപ്പി ഉണ്ട് എന്റെ കയ്യിൽ. 2013 ഒരു കത്താണിത്. ഇതിന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി? എന്ത് പ്രസക്തി ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമ്മിച്ചു. 2 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് മാറ്റാൻ കഴിയില്ല. അല്ല നോക്കൂ, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു. അല്ല, ഇത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ. അല്ല, അത് റിപ്പോർട്ട് വരട്ടെ. നമ്മളോടാ കളി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. കൊണ്ട് 2 നിലയിൽ ബാത്റൂം പ്രവർത്തിക്കുന്നില്ല, അതേ നിലയിൽ മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ വീഴ്ചയല്ലേ? പിന്നെയും നിനക്ക് വേറെ പണിയില്ലേ? ഈ എന്തോ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. 2 നിലയിൽ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് തൊട്ട് മുകളിൽ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിന്റെ വീഴ്ചയല്ലേ? ശരി, പരിശോധിക്കാൻ ഉണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ അത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അതൊരു ഒരു നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് അതിനകത്ത്. ഇത് ഇന്ത്യയാണ്, ഇവിടെ എങ്ങനെയാണ്? ഞാനിനി അത് ചെയ്യാവുന്ന എന്താണ്? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇത് അത് നമുക്ക് ജില്ലാ കളക്ടർ അത് പരിശോധിച്ചു. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാണ്? ജില്ലാ കളക്ടർ തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു. അവരുടെ കൂട്ടിരിപ്പുകാർ ഇന്നും ഈ ആശുപത്രിയിലുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരി, വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? അത് നടക്കില്ല. അല്ല, അത് പരിശോധിക്കട്ടെ. എടാ, നീ പറയുന്നത് ശരിയാവുന്നില്ലടാ. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. അല്ല നോക്കൂ, നോക്കൂ വിളിക്കാൻ ഇയാളെന്താ നോക്കൂ കുത്തി. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയമാണ്. അവിടെ ഇത്ര പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച. അവിടെ ആ രോഗികൾ പോകുന്നു, ആ കെട്ടിടം തകർന്നു, ഒരാൾ മരിച്ചു. അതിന്റെ ഉത്തരവാദിത്തം മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? നോക്കൂ, ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ. ഇയാളൊരു മാരി ഈ 567 കോടി രൂപ ഇത് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത്? അപ്പൊ നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം.